നമസ്കാരം. തെരൂർ MLP സ്കൂൾ വാർത്തയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കേരള സർക്കാരിൻ്റെ എജു എക്സ്പോയിലാണ്. 200-ൽ പരം സ്റ്റാളുകളുള്ള വലിയ കണ്ണൂർ ജില്ലാ പോലീസ് മൈതാനിയിൽ നടക്കുന്ന വലിയ എക്സ്പോയിലാണ് നമ്മളുള്ളത്. ഇത് ഏറ്റവും ശ്രദ്ധേയമായ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ വളരെ കൃത്യമായി ആകർഷിപ്പിച്ചിട്ടുള്ള ഏറ്റവും നല്ലൊരു സ്റ്റാളാണിത്. ഇതിൽ തെരൂർ നമ്മുടെ വിദ്യാലയമായ തെരൂർ MLP സ്കൂളിലെ 1ാം ക്ലാസ് മക്കളും നമ്മുടെ ഈ സ്റ്റാളിൽ ശ്രദ്ധേയമായിട്ടുണ്ട്. മക്കളൊരു ഹായ് പറയോ? നമ്മളെല്ലാവരും മക്കളുടെ 1ാം ക്ലാസ്സിൻ്റെ മികവ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ മികവ് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി വന്ന മക്കളാണ്. നമസ്കാരം, ഞാൻ മട്ടന്നൂർ BRCയിലെ CRC കോർഡിനേറ്ററാണ്. ഇന്ന് നമ്മുടെ എൻ്റെ കേരളം പദ്ധതിയിൽ നമ്മുടെ മട്ടന്നൂർ BRCൻ്റെ സ്റ്റാളാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഈ സ്റ്റാളിൽ പങ്കെടുക്കുന്നത് നമ്മുടെ തെരൂർ മാപ്പിളയിലെ 1ാം ക്ലാസ്സിലെ മികവ് ഉത്സവത്തിൽ 2ാം സ്ഥാനം നേടുകയും അതുപോലെ തന്നെ സംയുക്ത ഡയറിയിൽ മികച്ച സംയുക്ത ഡയറിയും അതുപോലെ തന്നെ കുരുന്നെഴുത്തിൽ ഇടം നേടിയ റിദാൽ ഫാത്തിമയും കൂട്ടുകാരാണുള്ളത്. തെരൂർ UP മാപ്പിളയെ കുറിച്ച് പറയുകയാണെങ്കിൽ മികവ് ഉത്സവത്തിൽ 2ാം സ്ഥാനവും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും മികവിൻ്റെ കേന്ദ്രം തന്നെയാണ് നമ്മുടെ തെരൂർ മാപ്പിള സ്കൂൾ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ കുരുന്നെഴുത്തുകൾ, നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കുരുന്നെഴുത്തുകളിൽ ഇടം നേടിയ കുട്ടിയാണ് റിദാൽ ഫാത്തിമ. പിന്നീട് കുട്ടികൾ തന്നെ 1ാം ക്ലാസ്സിലെ കുട്ടികൾ തന്നെ പഠനോത്സവത്തിൽ വളരെ മികച്ച ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. അപ്പോൾ 1ാം ക്ലാസ്സിലെ കുട്ടികളോട് തന്നെ നമ്മൾ എന്ത് വായിക്കാൻ പറഞ്ഞാലും എഴുതാൻ പറഞ്ഞാലും എഴുതാനും വായിക്കാനും പറഞ്ഞാൽ അത്രയും കഴിവുള്ള ഒരു കൂട്ടം കുട്ടികളാണ് നമ്മുടെ തെരൂർ മാപ്പിള സ്കൂളിൽ ഉള്ളത്. അപ്പോൾ ഈ നമ്മുടെ ഈ പരിപാടിയുടെ ഭാഗമാകാൻ അവരെ കിട്ടലിൽ നമ്മൾ അതീവ സന്തുഷ്ടരാണ്. പ്രദർശനമേളയിൽ ഞാനിങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്റ്റാൾ എവിടെയാണെന്ന് വെച്ചിട്ട് ഇങ്ങനെ അന്വേഷിച്ച് വരികയാണ്. കാരണം കലാകാരങ്ങളായിട്ട് നമ്മളാണ്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്റ്റാളാണ് നമ്മുടെ ഈ യുവജന വിഭാഗത്തിൽ 1ാം സ്ഥാനം ലഭിക്കുന്ന സ്റ്റാളാണ് നമ്മുടേത്. കഴിഞ്ഞ വർഷവും അതെ, അതിനപ്പുറത്തെ വർഷവും അതെ. കോവിഡ് കാലത്ത് മാത്രമേ നമ്മളത് മിസ്സായിട്ടുള്ളൂ. പക്ഷേ അത് കാരണം നമ്മളെ ഈ മികവ് ഉത്സവം എത്രയാണ് എന്നുള്ളത് നാട്ടുകാരെ കാണിക്കുന്നതിനുള്ള ഒരു വേദിയായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഒരു ജില്ലാതലത്തിലുള്ള ഒരു വേദിയായിട്ടാണ്. അതിലെടുത്ത് പറയേണ്ടത് നമ്മളെ തെരൂർ UP സ്കൂളിലെ കുട്ടി നമ്മുടെ കുരുന്നെഴുത്ത് എന്ന് പറയുന്ന ഈ കേരള സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ ബുക്ക്ലെറ്റിൽ നമ്മളെ തെരൂർ സ്കൂളിലെ കുട്ടിയുടെ ഒരു എഴുത്തുകുത്തു പോലും വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത്. ഇങ്ങനെ ധാരാളം കുട്ടികൾ, കേരളത്തിൽ ധാരാളം കുട്ടികളുടെ കുഞ്ഞെഴുത്തുകളാണ് ഈ കുരുന്നെഴുത്തുകൾ എന്ന് പറയുന്ന ഈ ബ്രോഷറിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്, സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളത്. അതിൽ തെരൂർ സ്കൂളിലെ കുട്ടിക്ക് വന്നു, റിഹാനക്ക് അത് വന്നു എന്ന് പറയുന്നത് തന്നെ അതിനി നമ്മുടെ സ്കൂളിലെ മുഴുവൻ സ്കൂളിലേക്കും, കേരളത്തിലെ മുഴുവൻ സ്കൂളിലെ ലൈബ്രറിയിലേക്കും ഈ കുരുന്നെഴുത്തുകൾ ഉണ്ടാകുമെന്ന് കാണുമ്പോഴും റിഹാനയുടെ സ്ഥാനം എവിടെയാണ് എന്നുള്ളതും അതിൽ തെരൂർ സ്കൂളിലെ അധ്യാപകർ കാണിക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഏതായാലും നന്നാവട്ടെ, ആശംസകൾ.